ഹായ് ഫ്രണ്ട്സ്, ഓർമ്മ ഡിസൈൻസിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പം എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആരി വർക്കിൻ്റെ ക്ലാസ് എടുത്തു തരാൻ പറ്റുമെന്ന്. അപ്പം സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ഞാനൊരു ഓഫർ ചെയ്യുകയാണ്. അടുത്ത വർഷം 10 ഡേയ്സിൽ ഒരു ഫ്രീ ആയിട്ട് ആരി വർക്കിൻ്റെ ക്ലാസ് ഞാൻ എടുത്തു തരുന്നതായിരിക്കും, സൂം ആപ്പ് വെച്ച്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് കമൻറ്റിൽ വന്നിട്ട് നിങ്ങളുടെ പേരും പ്ലേസും ഫോൺ നമ്പറും, അതായത് വാട്സപ്പ് നമ്പറും കൂടെ ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് അയക്കുന്നവരിൽ നിന്ന് 25 പേർക്ക് ഫ്രീ ആയിട്ട് ആരി വർക്കിൻ്റെ ക്ലാസ് ഞാൻ എടുത്തു കൊടുക്കുന്നതായിരിക്കും. അവർക്ക് ഞാൻ സിലബസും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത് നോക്കിയാലോ. അപ്പം ആരി വർക്കിന് ഒത്തിരി നീഡിൽസ് ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഏതൊക്കെ നീഡിൽസ് എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ, ചെറിയ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ നൂല്, ആരി ത്രെഡിൻ്റെ നൂലും സിൽക്കിയും, ഇത് നോർമൽ നൂലാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആരി വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആരി വർക്കിൻ്റെ നൂല് വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. നോർമലി നൂല് വെച്ചിട്ടാണെങ്കിലും നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. ആദ്യം കെട്ടിടുക, നമ്മൾ ഡോട്ട് ഇട്ടിട്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് താഴെയാണ് പോകുന്നത് കേട്ടോ. താഴെ നമ്മൾ ഇട്ടിട്ട് ഇതിൻ്റെ വശം താഴത്തേക്കാണ് നമ്മൾ വെക്കുന്നത്. ഇത് വെച്ചതിന് ശേഷം നീഡിലെടുത്തു. ഞാൻ നീഡിലെടുക്കുന്നത് കുറച്ച് വലിയ നീഡിലാണ് എടുക്കുന്നത്. സാധാരണ ബീഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ നീഡിലാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പം ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ നീഡിലാണ് എടുത്തിട്ടുള്ളത്. താഴെയാണ് ഇത് വെക്കുന്നത്, ഇങ്ങനെ പിടിച്ചിട്ടാണ് വെക്കുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കുത്തുക, വലിച്ചെടുക്കുക. ഇതാണ്ടോ, ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ബീഡ്സ് എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് വയ്ക്കുക, ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം കുത്ത് എടുക്കുക. ഇത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും കേട്ടോ ഇത് ചെയ്യുമ്പോൾ. എടുക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ബീഡ്സ് എടുക്കുക. ഇത് ആക്ച്വലി ബീഡ്സ് എടുക്കുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെ കുത്തിയിട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് ബീഡ്സ് എടുക്കാറ്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയൊന്നും കിട്ടത്തില്ല ആർക്കും. അപ്പോൾ ഓരോന്ന് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ താഴെ നമ്മൾ കൈ വെക്കണം കേട്ടോ, കൈ വെച്ചിട്ട് കുടുക്കണം, എന്നിട്ടാണ് ഇത് ചെയ്യാറ് കേട്ടോ. അപ്പം ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മുടിയൊക്കെ ഉണക്കുന്ന ഡ്രയർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി കേട്ടോ. അപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അതിന് ശേഷം അടുത്ത മുത്തം എടുത്തു, എന്നിട്ട് ഇവിടെ വെച്ചു, എന്നിട്ട് ഇതിലിങ്ങനെ കുടുക്കി ഇങ്ങോട്ട് താഴേക്ക് വെച്ച് അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചാട്ടോ അത് ചെയ്യേണ്ടത് ആരി വർക്ക്. എന്നിട്ട് മേലേക്ക് വലിക്കുക. ശേഷം ഡോട്ട് ഇടുന്നത്, അതായത് കെട്ടുന്നത് 2 തരത്തിൽ നമുക്കിത് കെട്ടാൻ പറ്റും. നമ്മളിത് ചെയ്യുന്നത് ഡോട്ട് ഇടുന്നതൊക്കെ
ഒക്കെ 2 തരത്തിൽ ഡോട്ട്സ് ഒക്കെ ഇടാൻ പറ്റും കേട്ടോ. നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതേപോലെ ഒരെണ്ണം എടുത്തു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇത് കെട്ടാണ് കേട്ടോ സംഭവം. ഇത് എടുത്തു താഴേക്ക് നമ്മളുടെ ഒരു ഡിസൈൻ ഇവിടെ ആയിട്ടുണ്ട്. കാണുന്നുണ്ടോ ശരിക്കും? ഇതുപോലെയുള്ള ഡിസൈൻസ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓർമ്മ ഡിസൈൻസിൻ്റെ ബൈ ബൈ.